സർ, ഖത്തറിനെ ആക്രമിക്കുക എന്ന് പറയുന്നത് ഇസ്രായേലിന് നിസ്സാരമായ ഒരു കാര്യമാണെന്ന് കഴിഞ്ഞ ഒറ്റ ദിവസത്തെ ആക്രമണം കൊണ്ട് നമുക്കൊക്കെ ബോധ്യപ്പെട്ടതാണ്. കാരണം അവിടെ ആ മിസൈൽ എത്തുന്നത് വരെ അത് കണ്ട ലോകരാജ്യങ്ങളില്ല, മറ്റു ഒരു നിരീക്ഷണ ക്യാമറകളുടെയും കണ്ണിലൊന്നും അത് പെട്ടില്ല. ആ രീതിയിലാണ് ഇസ്രായേൽ ആ ഒരു ഓപ്പറേഷൻ നടത്തിയത്. അതിൽ 6 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. അതിൽ ഇസ്രായേൽ ഉന്നം വെച്ചത് ഹമാസ് പ്രവർത്തകരെയാണ്, ഹമാസ് നേതാക്കളെയാണ്. പക്ഷെ കിട്ടിയത് ഹമാസ് പ്രവർത്തകരെയാണ്. അവർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിനെതിരെ ഇസ്രയേൽ മിസൈലിനെ അല്ലെങ്കിൽ ആക്രമണം പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഖത്തറിന്റെ ഒരു സൈനികൻ കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഖത്തറിനുള്ള ഒരു താല്പര്യം നമുക്കൊക്കെ ബോധ്യപ്പെട്ടതാണ്. അപ്പോൾ ഇസ്രയേൽ ഇനി എന്തായാലും, പ്രത്യേകിച്ച് ബെഞ്ചമിൻ നെതന്യാഹു അടങ്ങിയിരിക്കാൻ സാധ്യതയില്ല. ഖത്തറിനെതിരെ ഇസ്രയേൽ കൂടുതൽ കരുക്കൾ നീക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു. സർ, ഖത്തറിന് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുമോ? ഖത്തറിന്റെ ഒരു ചിത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ ഈ ഉത്തരം നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. ഖത്തർ എന്ന് പറയുന്നത് കേവലം 11,000 ചതുരശ്ര കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള നമ്മുടെ എറണാകുളം ജില്ലയ്ക്കൊപ്പം മാത്രം ജനസംഖ്യയുള്ള ഒരു ചെറിയ പ്രദേശമാണ്. ആ ചെറിയ പ്രദേശത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് 31 ലക്ഷമാണ്. ഈ 31 ലക്ഷത്തിൽ യഥാർത്ഥ ഖത്തറി പൗരന്മാരെന്ന് പറയുന്നത് 3 ലക്ഷമോ 3.5 ലക്ഷമോ മാത്രമേ വരൂ. 90% ആൾക്കാരും വിദേശത്ത് നിന്ന് വന്ന തൊഴിലാളികളാണ്. ഈ 90% എന്ന് പറയുന്നത് ഖത്തർ ജനസംഖ്യയുടെ ആകെ വരുന്ന ജനസംഖ്യയുടെ 21% ഇന്ത്യക്കാരാണ്. പിന്നെയുള്ളവർ പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് എത്തിയവരാണ് ഖത്തറിലെ 90% പേര്. മറ്റു രാജ്യക്കാരില്ല എന്നല്ല, പക്ഷെ അത് നാമമാത്രമാണ്, വളരെ ചുരുക്കമാണ്. അപ്പൊ തൊഴിലാളികൾ 90% തൊഴിലാളികളും 10% തദ്ദേശീയരും ഉൾപ്പെടുന്ന ഒരു രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത്. ഇനി ഖത്തറിന്റെ ഒരു സൈനിക ശേഷി പരിശോധിക്കുകയാണെങ്കിൽ കേവലം 16,000 സൈനികർ മാത്രമാണ് ഖത്തറിന്റെ സൈന്യത്തിലുള്ളത്. ഈ 16,000 സൈനികർ എന്ന് പറയുന്നത് ഖത്തറികളും അതുപോലെ തന്നെ അമേരിക്കൻ പൗരന്മാരും ചേർന്നിട്ടുള്ള ഒരു സംയുക്ത സൈന്യമായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആയുധ ശക്തിയിൽ അമേരിക്കയ്ക്കുള്ള എല്ലാ ആയുധങ്ങളും ഖത്തറിലെ എയർബേസിൽ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാമെങ്കിൽ പോലും ഇതൊന്നും ഒരു കാലത്തും പ്രയോഗിച്ച പരിചയം അവർക്കില്ല. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ യാതൊരു പ്രതിരോധ സംവിധാനങ്ങളോ റഡാർ സംവിധാനങ്ങളോ അതൊന്നും പ്രതിരോധിച്ചതായിട്ടോ കണ്ടെത്തിയതായിട്ടോ നമ്മൾ കാണുന്നില്ല. എന്താണോ ഇസ്രായേൽ ഉദ്ദേശിച്ചത് അത് കൃത്യമായി നടപ്പാക്കാൻ അവർക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ കയ്യിലാണ്, സുരക്ഷിത രാജ്യമാണ്, ഉപഗ്രഹ രാജ്യമാണ്, സൈനിക സഖ്യമുണ്ട്, സൈനിക സംരക്ഷണം കൊടുക്കും എന്നൊക്കെയുള്ള അമേരിക്കയുടെ പറച്ചിൽ വെറും വീൺവാക്കായില്ലേ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽപ്പുണ്ട്. അതായത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം നേരിട്ടുള്ള ഒരു യുദ്ധം നടത്തിയ പരിചയമില്ല, സർവസജ്ജമായിട്ടുള്ള സൈന്യമില്ല, പരിചയസമ്പന്നരായിട്ടുള്ള സൈനിക സംവിധാനങ്ങളില്ല, പിന്നെയോ സ്വന്തം ആയുധങ്ങളുമില്ല. അമേരിക്ക വല്ലതും കൊടുത്താലുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ ഔദാര്യത്തിൽ കഴിയുന്ന ഒരു രാജ്യം മാത്രമാണ്. അമേരിക്കയെ സംബന്ധിച്ചോ ഖത്തർ എന്ന് പറയുന്നത് അവർക്കൊരു സൈനിക എയർബേസ് മാത്രമാണ്. ഖത്തറിനെ ഉപയോഗിച്ചുകൊണ്ട് ചുറ്റുമുള്ള രാജ്യങ്ങളെ പേടിപ്പിക്കാൻ ഖത്തറിനെയും ചൊൽപ്പടിയിൽ നിർത്താം എന്നല്ലാതെ അവർക്ക് ഖത്തറിലെ പൊതുജനതയെ സംരക്ഷിക്കണമെന്നോ രാജ്യത്തെ സംരക്ഷിക്കണമെന്നോ എന്നുള്ള കൂറൊന്നും ഉള്ളതായി തോന്നുന്നില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ഇസ്രയേലിന്റെ ആക്രമണത്തെ തടഞ്ഞു നിർത്താൻ അമേരിക്ക എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. ഇതൊന്നും നടന്നിട്ടില്ലല്ലോ. അപ്പോൾ വേണ്ടി വന്നാൽ ഒരു യുദ്ധം ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വന്നാൽ ഇസ്രയേലിനോട് ഒരു ദിവസം മാത്രം പിടിച്ചു നിൽക്കാനുള്ള ശേഷിയെ ഖത്തർ നിന്നുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഒരു ദിവസം കഴിയുന്നതിന് മുമ്പ് ഖത്തർ കീഴടങ്ങേണ്ടി വരും. ഇതാണ് യഥാർത്ഥത്തിലുള്ള അവിടുത്തെ ഒരു അവസ്ഥ. എന്നാൽ ഖത്തറിന്റെ ഒരു ധൈര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ തന്നെ അമേരിക്കയും മറ്റ് രാജ്യങ്ങളുമായി അതിശക്തമായ നയതന്ത്ര ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ആ യുദ്ധത്തെ പിൻവലിപ്പിക്കാൻ അല്ലെങ്കിൽ ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം ഖത്തർ ഒരു വലിയ സാമ്പത്തിക ശക്തിയാണ്. സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യം എന്നുള്ള നിലയിലും ശക്തമായ മറ്റു രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിച്ച രാജ്യം എന്നുള്ള നിലയിലും അന്താരാഷ്ട്ര തലത്തിൽ ഖത്തറിന് വലിയ സ്വാധീനമുണ്ട്. നമ്മൾ ഓർക്കണം, കേവലം 3 ലക്ഷം ജനങ്ങൾ മാത്രമുള്ള, കേവലം 10,000 ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള ഒരു കൊച്ചു രാജ്യത്തിന് അമേരിക്ക മുതൽ ഇന്ത്യ വരെ പരന്നു കിടക്കുന്ന വിശാലമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. ഈ ബന്ധങ്ങളെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അവർ യുദ്ധത്തെ പ്രതിരോധിക്കുക. അപ്പൊ നയതന്ത്ര തലത്തിലുള്ള അത്തരം പ്രതിരോധങ്ങളൊക്കെ വരുന്നതിന് മുൻപ് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഖത്തറിനെ അടിച്ച് നിലംപരിശാക്കാനുള്ള സൈനിക ശേഷി, അതിനുള്ള ബുദ്ധിശക്തി, സാങ്കേതിക മികവ്, അനുഭവ പരിചയം, ഇതെല്ലാം ഉള്ള രാജ്യമാണ് ഇസ്രയേൽ എന്നുള്ളത് മറക്കരുത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധത്തിലേക്കാണ് പോകുന്നത് എങ്കിൽ ഖത്തറിന്
പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല എന്നുള്ളത് സത്യമാണ്. എന്നാൽ നയതന്ത്രപരമായ ഒരു യുദ്ധമാണെന്നിരിക്കട്ടെ, ആ നയതന്ത്ര യുദ്ധത്തിൽ വിജയം ഖത്തറിനായിരിക്കും. ഇസ്രയേലിനേക്കാൾ ശക്തമായ നയതന്ത്ര ബന്ധങ്ങൾ ഖത്തറിനുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്നാൽ മറുവശത്ത് ഇസ്രയേലിന്റെ നയതന്ത്ര ബന്ധങ്ങൾ എന്നുള്ളത് ശക്തരായിട്ടുള്ള അമേരിക്കയും ശക്തരായിട്ടുള്ള ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രയേലിനും ഒപ്പം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇസ്രയേലിന് ഒരു ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് പിൻവലിപ്പിക്കുക എന്ന് പറയുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചുരുക്കി പറഞ്ഞാൽ, ഒരു യുദ്ധമുണ്ടായാൽ കഷ്ടിച്ച് രക്ഷപ്പെടാനും യുദ്ധത്തെ മയപ്പെടുത്താനും തടി രക്ഷിക്കാനുമുള്ള നയതന്ത്ര ശക്തി അല്ലാതെ ആയുധശക്തിയോ സൈനിക ശക്തിയോ സാങ്കേതിക വിദ്യകളോ അനുഭവ പരിചയമോ ഒന്നും ഇല്ലാത്ത ഒരു രാജ്യമാണ് ഖത്തർ. ഏതായാലും നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഭാരതീയരായി നമുക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക്, ആശങ്കയ്ക്ക് വകയുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഖത്തറിലെ ജനസംഖ്യയുടെ 21% ഇന്ത്യക്കാരാണ്. അതിൽ വലിയൊരു ശതമാനം മലയാളികളാണ്. അതുകൊണ്ട് തന്നെ ഖത്തർ ഒരു യുദ്ധത്തിലേക്കാണ് പോകുന്നതെങ്കിൽ, അല്ലെ യുദ്ധത്തെ നേരിടുകയാണ് എങ്കിൽ, നമുക്ക് വൻതോതിൽ അവിടുത്തെ നമ്മുടെ തൊഴിലാളികളെ ഒഴിപ്പിക്കേണ്ടതായ ഒരു അവസ്ഥ വരും. പക്ഷേ ഇസ്രയേൽ പോലെയുള്ള വളരെ കടുപ്പക്കാരനും കണിശക്കാരനുമായിട്ടുള്ള ഒരു രാജ്യം, ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെയുള്ള ഉഗ്രമൂർത്തിയായിട്ടുള്ള ഒരു നേതാവ്, അദ്ദേഹം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിന് മെനക്കെടും എന്ന് ഞാൻ കരുതുന്നില്ല. ആദ്യത്തെ മണിക്കൂറുകൾക്കുള്ളിൽ ഖത്തറിനെ മുട്ടുകുത്തിക്കുക, ഖത്തറിന്റെ നട്ടലൊടിക്കുക എന്നുള്ളതാണ് നെതന്യാഹു ഉദ്ദേശിക്കുന്നതെങ്കിൽ, നമുക്ക് നമ്മുടെ തൊഴിലാളികളെ അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സമയം പോലും കിട്ടണം എന്നില്ല. നമുക്ക് നമ്മുടെ തൊഴിലാളികൾക്കോ ഇന്ത്യക്കാർക്കോ ആശങ്ക ഉണ്ടാക്കാൻ വേണ്ടി പറയുന്ന കാര്യമല്ല ഇത്. അതുകൊണ്ട് തന്നെ നയതന്ത്ര തല ബന്ധത്തിലും ഭാരതം വേണ്ടത്ര മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടാവും, അല്ലെ എടുത്തുകൊണ്ടിരിക്കുകയാകും എന്ന പ്രത്യാശയിലാണ് ഞാനിത് പറയുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റില് ഖത്തർ വളരെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ശക്തി എന്നുള്ള നിലയിലും, അതുപോലെ തന്നെ ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന, സംരക്ഷണം കൊടുക്കുന്ന ഒരു ശക്തി എന്നുള്ള നിലയിലും നമ്മൾ അതിശക്തമായി നിരീക്ഷണത്തിൽ വെച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ. അതുകൊണ്ട് ഖത്തറിൽ നടക്കുന്ന ഓരോ ചലനങ്ങളെയും ഇന്ത്യ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ എന്തു ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചും ഇന്ത്യക്ക് വ്യക്തമായ കാഴ്ചപ്പാടും ഉണ്ടാവും. ഏതായാലും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയ്ക്ക് വകയില്ല എങ്കിൽ പോലും ഖത്തർ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് കിട്ടുന്ന അടി ചെറുതായിരിക്കുകയില്ല. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, അവരുടെ എണ്ണ ഉൽപാദനം, അവരുടെ എണ്ണ സംസ്കരണം, അതുപോലെ തുറമുഖങ്ങൾ, എയർപോർട്ടുകൾ അടക്കമുള്ള അവരുടെ എല്ലാ സംവിധാനങ്ങളും മണിക്കൂർ കൊണ്ട് തകർത്തെറിയാൻ കഴിയുന്ന രാജ്യമാണ് ഇസ്രയേൽ. അങ്ങനെ വന്നാൽ ഒരു അടിയിട്ട് വീഴുന്ന ഇസ്രയേൽ എഴുന്നേറ്റ് വരണമെങ്കിൽ ദശാബ്ദങ്ങൾ വേണ്ടിവരും. അല്ലെങ്കിൽ അതുപോലെയുള്ള സാമ്പത്തിക പിന്തുണ അമേരിക്കയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളിൽ നിന്നും അവർക്ക് ലഭിക്കേണ്ടി വരും. ഇന്നത്തെ സാഹചര്യത്തിൽ ആഗോള മാന്ദ്യത്തിലേക്ക് നീങ്ങുന്ന ഒരു സമ്പദ് വ്യവസ്ഥയുടെയും തകർന്നു നിൽക്കുന്ന അമേരിക്കയുടെയും പിൻബലത്തിൽ ഖത്തറിന് അടികിട്ട് വീണാൽ ഉയർത്തെഴുന്നേക്കാൻ അല്പസമയം പിടിക്കും എന്ന് തന്നെയാണ് എന്റെ നിരീക്ഷണം.